സ്നേഹം, ദിവ്യസ്നേഹം, സ്നേഹം, ദിവ്യസ്നേഹം. രണ്ട് രാജാക്കന്മാരുടെ പുസ്തകം 4-ാം അധ്യായം അതിന്റെ ആദ്യം മുതലുള്ള ചില വചനങ്ങൾ വായിക്കുന്നു. ശ്രദ്ധിക്കൂ. പ്രവാചക ശിഷ്യന്മാരുടെ ഭാര്യമാരിൽ ഒരുത്തി എലീശയോട് നിലവിളിച്ചു, നിന്റെ ദാസനായ എന്റെ ഭർത്താവ് മരിച്ചുപോയി. നിന്റെ ദാസൻ യഹോവ ഭക്തനായിരുന്നു എന്ന് നിനക്കറിയാമല്ലോ. ഇപ്പോൾ കടക്കാരൻ എന്റെ 2 മക്കളെ പിടിച്ചു അടിമകളാക്കുവാൻ വന്നിരിക്കുന്നു എന്ന് പറഞ്ഞു. എലീശയുടെ അടുക്കിലേക്ക് വന്ന് പറയുകയാണ്, എന്റെ ഭർത്താവ് മരിച്ചുപോയി, കടക്കാരൻ വന്ന് എന്റെ മക്കളെ പിടിച്ചുകൊണ്ടു പോകാൻ തുടങ്ങുന്നു എന്ന് അവനോട് നിലവിളിച്ചു പറഞ്ഞപ്പോൾ എലീശ എന്താണ് പറഞ്ഞ നോക്കാം. 2-ാം വാക്യം ശ്രദ്ധിക്കൂ. എലീശ അവളോട്, ഞാൻ നിനക്ക് വേണ്ടി എന്തു ചെയ്യണം? ഞാൻ നിനക്ക് വേണ്ടി എന്താണ് ചെയ്യേണ്ടത്? ഞാൻ എന്താണ് ചെയ്തു തരേണ്ടത്? ഞാൻ നിനക്ക് വേണ്ടി എന്തു ചെയ്യണം? 2 രാജാക്കന്മാർ 4-ാം അധ്യായം. വീട്ടിൽ നിനക്ക് എന്തുള്ളൂ അതെന്നോട് പറയുക എന്ന് പറഞ്ഞു. എന്താണ്? കടക്കാരൻ വന്നിട്ട് എന്റെ മക്കളെ പിടിച്ചുകൊണ്ടു പോകാൻ തുടങ്ങിയിരിക്കുകയാണ്, അത്രമാത്രം വിഷമമായിരിക്കുന്നു എന്ന് പറഞ്ഞപ്പോൾ നിന്റെ വീട്ടിൽ എന്താണുള്ളത് എന്ന് ചോദിക്കുകയാണ്. നാം ആയിരുന്നെങ്കിൽ പറയുമായിരുന്നു, അറിയാമല്ലോ, കടഭാരമാണ് ഞങ്ങൾക്കുള്ളത്. എന്താണ്? നിന്റെ വീട്ടിൽ എന്തുണ്ട്? കടഭാരമുണ്ട്. എന്നാൽ നിന്റെ കയ്യിൽ എന്താണുള്ളത്? എന്താണുള്ളത് പറയൂ. അപ്പോൾ അവൾ പറയുകയുണ്ടായി, ഒരു ഭരണി എണ്ണ അല്ലാതെ അടിയന്റെ വീട്ടിൽ മറ്റൊന്നും തന്നെ, ചെമ്പുപാത്രങ്ങൾ, സ്റ്റീൽ ഗ്ലാസ് ഒന്നുമില്ല എന്ന് പറഞ്ഞു. സ്വർണവും വെള്ളിയുമെല്ലാം എപ്പോഴേ വിറ്റുകളഞ്ഞു, ഒന്നുമില്ല. വീട്ടിൽ എന്തുണ്ട്? മൺഭരണി ഉണ്ട്, അതിൽ കുറച്ച് എണ്ണയുണ്ട്. നിന്റെ കയ്യിൽ എന്തുണ്ട്? ദൈവത്തിന്റെ അടുക്കൽ വന്ന് നമുക്ക് എന്തെങ്കിലും ചെയ്യാൻ വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ, നമുക്ക് എന്തെങ്കിലും നന്മ ചെയ്യാൻ പ്രാർത്ഥിക്കുമ്പോൾ അവൻ ചോദിക്കും, നിന്റെ കയ്യിൽ എന്തുണ്ട്? എന്റെ കയ്യിൽ ഒരു ഭരണിയും അതിൽ കുറച്ച് എണ്ണയും ഉണ്ട്. ഈ എണ്ണ കൊണ്ട് കടം എങ്ങനെ മാറ്റാം? ഈ അല്പം എണ്ണ കൊണ്ട് എങ്ങനെ കഷ്ടം മാറ്റാം എന്ന് നാം ആലോചിക്കും. ദൈവം അനുഗ്രഹിച്ചാൽ എന്താണ് ആ വാക്ക്? എല്ലാവരും ഒരുമിച്ചൊന്ന് പറഞ്ഞേ. അനുഗ്രഹം എന്ന വാക്കിന്റെ അർത്ഥം പലപ്പോഴും ആർക്കും അറിയില്ല. എല്ലാവരും ഇങ്ങനെ പറയുന്നതേ ഉള്ളൂ. അനുഗ്രഹം പറയൂ. ആ കാലത്ത് യാക്കോബ് മല്ല് പിടിക്കുവാനിടയായി, നീ എന്നെ അനുഗ്രഹിച്ചല്ലാതെ ഞാൻ നിന്നെ വിടുകയില്ല. എന്താണ് അവൻ അനുഗ്രഹമില്ലേ? 2 ഭാര്യമാരുണ്ട്, 10 മക്കളുണ്ട്. എന്താണ്? ആടുകളും ഒട്ടകങ്ങളും എല്ലാം അവന് യഥേഷ്ടം ഉണ്ട്. എന്നാൽ അവൻ പറഞ്ഞു, ഇതൊന്നും അനുഗ്രഹമല്ല, എനിക്ക് യഥാർത്ഥമായ അനുഗ്രഹം വേണം, ദൈവം നൽകുന്ന അനുഗ്രഹം വേണം. അനുഗ്രഹം എന്ന് പറഞ്ഞാൽ എല്ലാം ഉണ്ടായിരിക്കുന്നതല്ല, ഏത് എപ്പോൾ ആവശ്യമാണ് അത് ഉണ്ടായിരിക്കുന്നതാണ്. പറയൂ. അനുഗ്രഹം എന്ന് പറഞ്ഞാൽ എല്ലാം ഉണ്ടായിരിക്കുന്നതല്ല, ഏത് എപ്പോഴാണ് ആവശ്യം അത് അപ്പോൾ ഉണ്ടായിരിക്കുന്നതാണ്. വീട്ടിൽ ഒരു ചാക്ക് അരിയുണ്ട്, എന്നാൽ കഴിക്കാൻ ഭക്ഷണമില്ലെങ്കിൽ അത് അനുഗ്രഹമാണോ? വീട്ടിൽ ഒരു ചാക്ക് അരിയില്ലെങ്കിലും ഒരു നേരത്തെ ആഹാരം ലഭിച്ചുവെങ്കിൽ അതാണ് അനുഗ്രഹം. ശ്രദ്ധിക്കൂ, ഇന്ന് അനുഗ്രഹം എന്നാൽ എന്താണെന്ന് പലർക്കും അറിയുകയില്ല. നിന്റെ വീട്ടിൽ എന്താണുള്ളത്? ഒരു മൺഭരണിയിൽ അല്പം എണ്ണ മാത്രമേ ഉള്ളൂ. അതിനെ ഞാൻ അനുഗ്രഹിക്കാം. ആ അല്പമായിരിക്കുന്ന എണ്ണയെ ഞാൻ അഭിവൃദ്ധിപ്പെടുത്താം. നിന്റെ അല്പം എണ്ണയെ ഞാൻ അനുഗ്രഹിക്കാം. നീ ചെല്ല്, ഫറവോന്റെ അടുക്കിലേക്ക് ചെന്ന്, എന്റെ ജനം 400 വർഷങ്ങളായിട്ട് അടിമവേല ചെയ്തുകൊണ്ടിരിക്കുന്നവരെ വിടുവിച്ചു കൊണ്ടുവരൂ, പോകൂ എന്ന് പറഞ്ഞപ്പോൾ മോശ പറയുകയാണ്, ഞാൻ എങ്ങനെയാണ് പോകേണ്ടത്? എന്റെ കയ്യിൽ ഒരു സൈന്യമുണ്ടോ? എനിക്ക് എന്തെങ്കിലും ആയുധമുണ്ടോ? എന്റെ അടുക്കൽ ജനമുണ്ടോ? ഞാൻ എന്തുകൊണ്ടാണ് മുമ്പോട്ട് പോകേണ്ടതെന്ന് ചോദിച്ചപ്പോൾ, നിന്റെ കയ്യിൽ എന്തുണ്ട് എന്ന് ദൈവം ചോദിച്ചു. എന്താണുള്ളത്? ആടുകളെ മേയ്ക്കുന്ന ഒരു വടിയുണ്ടെന്ന് പറഞ്ഞു. എന്താണ്? പറയൂ, എന്താണുള്ളത്? ആടുകളെ മേയ്ക്കുന്ന ഒരു വടിയുണ്ട് എന്ന് പറഞ്ഞു. ആ വടി മതി. ആ വടിയെ ദൈവം എങ്ങനെ ഉപയോഗിച്ചു? അതിൽ കൂടി എന്തെല്ലാം അത്ഭുതങ്ങൾ ചെയ്തു? നിങ്ങൾ പുറപ്പാട് പുസ്തകം വായിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാവും. ആ വടി ചെങ്കടലിലേക്ക് നീട്ടിയപ്പോൾ ചെങ്കടലിന് എന്തു പറ്റി? 2 ഭാഗമായി. ആ വടി കൊണ്ട് പാറയെ അടിച്ചപ്പോൾ എന്ത് സംഭവിച്ചു? 20 ലക്ഷം ആളുകൾക്ക് കുടിക്കുവാനുള്ള വെള്ളത്തെ ലഭ്യമാക്കി. ആ വടി കൊണ്ട് അനേകം അത്ഭുത കാര്യങ്ങൾ ദൈവം ചെയ്യുന്നത് നമുക്കറിയാം. നിന്റെ കയ്യിൽ എന്തുണ്ട്? നിങ്ങളുടെ കയ്യിൽ എന്തുണ്ട്? ഗോലിയാത്തിനെ കൊല്ലുന്നതിന് വേണ്ടി നിന്റെ കയ്യിൽ എന്തുണ്ടെന്ന് ചോദിച്ചപ്പോൾ, എന്റെ കയ്യിൽ ഒരു കവണയുണ്ട്, അതിൽ 5-6 കല്ലുകളുണ്ട്. അവൻ 6-7 അടി ഉയരമുള്ള വ്യക്തിയാണ്, നിനക്ക് അവന്റെ മുൻപിൽ നിൽക്കാൻ പോലും കഴിയുകയില്ലടാ. നീ കവണയും എടുത്തുകൊണ്ട് എങ്ങനെയാണ് യുദ്ധഭൂമിയിലേക്ക് പോകുന്നതെന്ന് പറഞ്ഞ് ശൗൽ അവനെ നിരുത്സാഹപ്പെടുത്തി. അവൻ ആയുധമെല്ലാം ധരിച്ചുകൊണ്ടാണ് വന്നിരിക്കുന്നത്. എനിക്കെന്നാൽ അതൊന്നും ആവശ്യമില്ല, എനിക്ക് ദൈവം നൽകിയതുണ്ട്. അതാണ്. അതിലൊരു കല്ല് വെച്ച് കറക്കുകയുണ്ടായി. അങ്ങനെ അജാനുബാഹുവായ ഗോലിയാത്തിനെ ഒറ്റ പ്രഹരത്തിന് കൊന്നുകളയുവാനിടയായി. നിന്റെ കയ്യിൽ എന്താണുള്ളത്? അത് ദൈവം ഉപയോഗിക്കാൻ വേണ്ടി ആഗ്രഹിക്കുന്നു. നിന്റെ കയ്യിൽ എന്തുണ്ട്? ദോർഖാനേസ്
എന്നൊരു വിശ്വാസിയുണ്ട് ആദിമസഭയിൽ. വലിയ ദരിദ്രയായിരുന്നു. എന്നാൽ അവൾക്ക് സഭയിൽ നല്ല ഒരു പേരുണ്ടായിരുന്നു. എല്ലാവർക്കും ഭക്ഷണം കൊടുക്കുവാനുള്ള ധനമില്ലായിരുന്നു, എല്ലാവർക്കും സഹായം ചെയ്യാനുള്ള ധനമില്ലായിരുന്നു. എന്നാൽ എല്ലാവർക്കും വസ്ത്രം തയ്ച്ചു കൊടുക്കുമായിരുന്നു. അവളുടെ കയ്യിൽ എന്താണ് ഉണ്ടായിരുന്നത്? പറയൂ, സൂചി. പറയൂ, സൂചി. ആ സൂചി കൊണ്ട് അവൾ എത്രയോ നല്ല കാര്യങ്ങളാണ് ചെയ്തത്. അവൾ മരിച്ച സമയത്ത് ആളുകൾ കരഞ്ഞ് പത്രോസിനെ വിളിച്ച് അവളെ ജീവിപ്പിക്കുന്നവരെ അവർ കരഞ്ഞുകൊണ്ടേയിരുന്നു. നിന്റെ കയ്യിൽ എന്തുണ്ട്? ഒന്നുമില്ലെന്ന് പറയരുത്. ദൈവം തന്ന എന്തോ ഉണ്ട്. നിന്റെ കയ്യിൽ എന്തുണ്ട്? പറയൂ, എന്താണുള്ളത്? നിന്റെ കയ്യിലുള്ളതിനെ ദൈവത്തിന്റെ കയ്യിൽ നീ കൊടുക്കുകയാണെങ്കിൽ അതിനെ അനുഗ്രഹിക്കുവാൻ ഇടയാകും. എന്റെ ഭരണിയിൽ അല്പം എണ്ണയല്ലാതെ മറ്റൊന്നും ഇല്ല. എലീശ പറഞ്ഞു, ചെന്നിട്ട് നിന്റെ അയൽക്കാരുടെ കയ്യിൽ നിന്ന് പാത്രങ്ങൾ കടം വാങ്ങി വരിക. നിന്റെ ഭരണിയിലുള്ള എണ്ണ ആ പാത്രങ്ങളിൽ പകരുക. ഇതെന്താണ്, വിചിത്രമായിരിക്കുന്നുവല്ലോ എന്നവൾ വിചാരിച്ചില്ല. അവൾ വിശ്വസിച്ചു, ആശ്രയിച്ചു. 2 മക്കളോടൊപ്പം അവരുടെ മുറിയിൽ ചെന്നിട്ട് കടം വാങ്ങിച്ച ആ പാത്രങ്ങളിൽ തന്റെ കയ്യിലിരുന്ന എണ്ണ പകർന്നപ്പോൾ എന്ത് സംഭവിച്ചു? നിറഞ്ഞ് കവിയുകയാണ്. ദേശത്തിലെ പാത്രങ്ങളെല്ലാം തീർന്നു പോവുകയുണ്ടായി. അത്രമാത്രം എണ്ണ അവർക്ക് ലഭിക്കുകയുണ്ടായി. വീട് നിറച്ച് എണ്ണയാണ്, എണ്ണ നിറഞ്ഞ പാത്രങ്ങളാണ്. ദൈവം അനുഗ്രഹിച്ചത് എന്നേക്കുമുള്ള അനുഗ്രഹമാണ്. ദാവീദ് പറഞ്ഞു, യഹോവ എന്റെ ഇടയനാകുന്നു, എനിക്കൊന്നിനും മുട്ടുണ്ടാകുകയില്ല. എന്റെ പാനപാത്രവും നിറഞ്ഞ് കവിയുന്നു. എന്താണ്? ഈ ദിവസങ്ങളിൽ എന്റെ ഭരണി നിറഞ്ഞാൽ 5 മിനിറ്റ് കൊണ്ട് തീർന്നു പോയെന്ന് പറയുന്നു. ഗ്ലാസ് നിറച്ച പാലൊഴിച്ച് കുടിക്കാൻ കൊടുത്തിട്ട് പെട്ടെന്ന് കുടിച്ചിട്ട് പറയും ഇനിയും വേണമെന്ന്. എന്താണ്? തീർന്നു പോയിരിക്കുന്നു. എന്നാൽ യേശു അനുഗ്രഹിക്കുകയാണെങ്കിൽ അത് തീർന്നു പോയാലും വന്നുകൊണ്ടേയിരിക്കും. ഈ നാളുകളിലും ദൈവം അങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യും. നമ്മുടെ സഭയുടെ കുറച്ച് ബില്ലുകൾ കെട്ടാനുണ്ടായിരുന്ന സമയത്ത്, സ്തോത്ര കാഴ്ച എണ്ണുന്ന സമയത്ത് ഞാനത് നോക്കിക്കൊണ്ടേയിരിക്കുമായിരുന്നു. എപ്പോഴും ഞാൻ ഇരിക്കുമായിരുന്നു. എന്നാൽ കുറെ നാൾ ഞാൻ ഇരിക്കാനിടയായില്ല. എന്നാൽ എന്റെ ആവശ്യത്തിന് മറ്റുള്ളവരോട് ഞാൻ ചോദിക്കുക പതിവല്ലായിരുന്നു. നിങ്ങൾ എന്താണ് തന്നത്? ആ സ്തോത്രകാഴ്ച പാത്രം വെച്ചിട്ട് ആ സ്തോത്രകാഴ്ച പാത്രം കയ്യിലെടുത്തിട്ട് പറയും, കർത്താവേ ബില്ല് മുഴുവൻ അടയ്ക്കണം, കർത്താവേ ബില്ല് അടയ്ക്കണം എന്ന് പ്രാർത്ഥിച്ചപ്പോൾ കറക്റ്റായിട്ട് എത്ര ബില്ലാണോ അടയ്ക്കേണ്ടത് അത്രയും തുക തന്നെ ലഭിക്കുന്നത് ഞാൻ ഒരുപാട് നാൾ കണ്ടിട്ടുണ്ട്. കുറച്ചേ വന്നുള്ളൂ, എല്ലാവരും ഇട്ടില്ല, എനിക്കിനി ആവശ്യങ്ങളുണ്ട് എന്നൊക്കെ പറയുന്നത് ജ്ഞാനം ഇല്ലായ്മയാണ്. എനിക്ക് വിശ്വാസമുണ്ടോ? ഞാൻ ദൈവത്തിൽ ആശ്രയിക്കുന്നുണ്ടോ? ഈ സ്തോത്രകാഴ്ചയിൽ ദൈവത്തിന് അനുഗ്രഹമുണ്ടോ എന്ന് പരിശോധിക്കുന്നതാണ് പ്രധാനം. നിങ്ങൾക്ക് ശമ്പളം കിട്ടുമ്പോൾ നിങ്ങളുടെ ശമ്പളം ദൈവത്തിന് മുൻപിൽ വെച്ചിട്ട്, കർത്താവേ ശമ്പളം നൽകിയതിനായിട്ട് നന്ദി. ദശാംശം ദൈവത്തിന് കൊടുക്കാത്തവർക്ക് അവരുടെ ആ പണത്തിൽ ദൈവത്തിന്റെ അനുഗ്രഹം ഉണ്ടായിരിക്കുകയില്ല. ചിലർ പറയാറുണ്ട്, അതെങ്ങനെയാണ്? ദശാംശം കൊടുക്കാൻ ആഗ്രഹിച്ചെന്നാൽ പണം ബാക്കി ഉണ്ടായിരുന്നില്ല. എങ്ങനെ ബാക്കി വരും? എല്ലാ ബില്ലും കെട്ടിക്കഴിഞ്ഞിട്ട് ബാക്കി ഉണ്ടാവുമോ? ആദ്യം ദൈവത്തിന് കൊടുക്കൂ, അതിനുശേഷം നിങ്ങൾക്ക് ബാക്കി ഉണ്ടാവും. ഏലിയാവിനെ ദൈവം ഒരു വിധവയുടെ അടുക്കലേക്ക് പറഞ്ഞു വിട്ടു. അവൾ നിന്നെ പോഷിപ്പിക്കുമെന്ന് പറഞ്ഞു. അവളുടെ അടുക്കൽ ചെന്നിട്ട് കുടിക്കാൻ അല്പം വെള്ളം ചോദിച്ചു. വെള്ളത്തിനോടൊപ്പം അല്പം റൊട്ടിയും കൂടെ കൊണ്ടുവരാൻ പറഞ്ഞപ്പോൾ അവൾ എന്ത് പറഞ്ഞു? യജമാനനെ റൊട്ടിയില്ല, അല്പം മാവ് മാത്രമേ ഉള്ളൂ. തൊട്ടിയിൽ അല്പം മാവ് മാത്രമേ ഉള്ളൂ, ഭരണിയിൽ കുറച്ച് എണ്ണയുമുണ്ട്. അതെടുത്തിട്ട് ഒരു റൊട്ടി ഉണ്ടാക്കി കഴിച്ചിട്ട് അവസാനം ഞാനും എൻ്റെ മകനും കൂടി മരിച്ചു പോകാൻ വേണ്ടി തയ്യാറെടുക്കുകയായിരുന്നു. അപ്പോൾ ഏലിയാവ് എന്ത് പറഞ്ഞു? ആദ്യം എനിക്കൊരു അപ്പം ഉണ്ടാക്കിക്കൊണ്ടുവരിക, പിന്നീട് നീയും നിന്റെ മകനും അപ്പം ഉണ്ടാക്കി കഴിക്ക എന്ന് പറഞ്ഞു. നാം ആണെങ്കിൽ പറയുമായിരുന്നു, എന്തൊരു തീറ്റിയാണിത്, ഞങ്ങൾ പിന്നെ എന്തു ചെയ്യും എന്ന് പറഞ്ഞ് വഴക്കുണ്ടാക്കുമായിരുന്നു. എന്നാൽ അവൾ എന്താണ് ചെയ്തത്? ഒരു ചെറിയ അപ്പം ഉണ്ടാക്കി ആ ദൈവദാസന് കൊടുത്തു. പിന്നെ ഒരു അപ്പം ഉണ്ടാക്കി തന്റെ മകന് കൊടുത്തു. വീണ്ടും അതാ വരികയാണ്. അങ്ങനെ ക്ഷാമകാലം മുഴുവൻ ആ തൊട്ടിയിൽ മാവ് കുറഞ്ഞില്ല, ആ ഭരണിയിൽ എണ്ണ തീർന്നില്ല. നോക്കൂ, കിലോ കണക്കിന് കിൻഡൽ കണക്കിന് മാവ് അവരുടെ കയ്യിലില്ല, അതുപോലെ എണ്ണയില്ല. എന്നാൽ കൈയിട്ടാൽ മതി. എന്താണ് അതിൽ നിന്ന് വരുന്നത്? എണ്ണ വന്നുകൊണ്ടേയിരിക്കും. എനിക്കറിയാൻ വയ്യാത്തോണ്ട് ചോദിക്കുകയാണ്, അന്നുണ്ടായിരുന്ന ദൈവവും ഇന്ന് നാം ആരാധിക്കുന്ന ദൈവവും ഒരേ ദൈവം തന്നെയല്ലയോ? യേശുക്രിസ്തു ഇന്നലെയും ഇന്നും എന്നേക്കും മാറ്റമില്ലാത്തവനാണ്. നിന്റെ ജീവിതത്തിൽ അത്ഭുതമില്ല എങ്കിൽ നിനക്ക് വിശ്വാസമില്ലാത്തത് കൊണ്ടാണ്, സമർപ്പണമില്ലാത്തത് കൊണ്ടാണ്. നീ ഏൽപ്പിച്ചു കൊടുത്താൽ ദൈവത്തിന്റെ അത്ഭുതങ്ങൾ നടക്കും. നിനക്കുള്ളതിനെ ദൈവത്തിന്റെ കരങ്ങളിൽ കൊടുക്കൂ. 3 ദിവസം വചനം സംസാരിച്ച ശേഷം
ജനങ്ങളെ വീട്ടിലേക്ക് പറഞ്ഞയച്ചപ്പോൾ അവർ വഴിമധ്യേ ക്ഷീണിച്ചു പോകുമെന്ന് പറഞ്ഞിട്ട് കർത്താവ് പറഞ്ഞു, ശിഷ്യന്മാരെ വിളിച്ചിട്ട് ഇപ്രകാരം പറഞ്ഞു, എല്ലാവർക്കും ഭക്ഷണം കൊടുക്കൂ. അപ്പോൾ അവർ എണ്ണമെടുത്തിട്ട് കർത്താവിനോട് പറയുകയാണ്, എവിടെ നിന്നാണ് കൊടുക്കേണ്ടത്? ഇത്രയും പേർക്ക് ഭക്ഷണം കൊടുക്കാൻ കുറെ തുക നമ്മുടെ കയ്യിൽ ഉണ്ടായിരിക്കണം, എങ്കിൽ മാത്രമേ അല്പമെങ്കിലും എല്ലാവർക്കും കൊടുക്കാൻ കഴിയൂ. വെളിയിൽ നിന്ന് വാങ്ങിക്കൊടുക്കാൻ ഇവിടെ ഒരു ഹോട്ടൽ പോലും ഇല്ലാത്ത സ്ഥലമാണ്, ഇവിടെ സത്രങ്ങളില്ല, അതുകൊണ്ട് എവിടെ നിന്നാണ് ഇവർക്ക് വാങ്ങിക്കൊടുക്കേണ്ടത് എന്ന് കർത്താവിനോട് ശിഷ്യന്മാർ പറയുകയാണ്. എന്നാൽ കർത്താവ് പറഞ്ഞു, നിങ്ങളുടെ കയ്യിൽ എന്തുണ്ട്? നിങ്ങളുടെ കയ്യിൽ എന്തുണ്ട്? അപ്പോൾ ആന്ത്രയോസ് ഓടി വന്നു, ആരുടെ കയ്യിലും ഒന്നുമില്ല, എന്നാൽ ഈ ബാലന്റെ കയ്യിൽ 5 അപ്പവും 2 മീനുമുണ്ട്. എന്നാൽ ഇത്രമാത്രം ജനങ്ങൾക്ക് അതെങ്ങനെ മതിയാവുമെന്ന് പറഞ്ഞു. അത് എന്റെ കയ്യിലേക്ക് കൊണ്ടുവരുവാൻ പറഞ്ഞു. അതിനെ കർത്താവ് കരങ്ങളിലെടുത്ത് അനുഗ്രഹിച്ച് മുറിച്ചു. അങ്ങനെ ഭാഗിച്ചു കൊടുത്ത സമയത്ത് എത്ര പേർ കഴിച്ചു? 5000 പുരുഷന്മാരും അത്രത്തോളം സ്ത്രീകളും, അതുപോലെ 5000 കുഞ്ഞുങ്ങളും, എല്ലാം കൂടെ കൂട്ടി 15000 ആളുകൾ. എങ്ങനെ കഴിച്ചു? തൃപ്തിയായിട്ട് കഴിച്ചിട്ട് അവർക്ക് ബാക്കി വരാനിടയായി. ബാക്കി വെച്ചത് മൊത്തം 12 കുട്ട നിറച്ചെടുത്തു. നോക്കൂ, എത്രയോ തവണ ഇങ്ങനെയുള്ള അനുഗ്രഹത്തിന്റെ സന്ദേശങ്ങൾ നാം കേൾക്കുന്നുണ്ട്, ബൈബിളിൽ നാം വായിക്കുന്നുണ്ട്. എന്നാൽ എന്തുകൊണ്ട് നമ്മുടെ ജീവിതത്തില് ഇങ്ങനെയുള്ളതായ അനുഗ്രഹങ്ങൾ കാണുവാൻ കഴിയുന്നില്ല? നിന്റെ കയ്യിലുള്ളത് കർത്താവിന്റെ കയ്യിൽ കൊടുത്തെങ്കിൽ മാത്രമേ അത്ഭുതം നടക്കൂ. നീ കൂട്ടുവയ്ക്കുന്നതെല്ലാം പിശാച് തട്ടിയെടുക്കും. നീ കർത്താവിന് കൊടുക്കുന്നതെല്ലാം അനുഗ്രഹങ്ങൾക്ക് കാരണമായി മാറും. ഇന്ന് അനേകം ആളുകൾ ദൈവത്തിന് കൊടുക്കുന്ന വിഷയങ്ങളിൽ പുറകോട്ട് പോകുന്നത് കൊണ്ട് അവരുടെ ജീവിതത്തിൽ കഷ്ടതയുണ്ടാകുന്നു, ക്ഷാമമുണ്ടാകുന്നു, ദാരിദ്ര്യമുണ്ടാകുന്നു. എല്ലാം ഉണ്ടായിട്ടും എന്തോ ഇല്ലാത്തതായ ഒരു ഭാരം. യേശുവിന്റെ കയ്യിൽ നിങ്ങളുടെ ജീവിതത്തെ സമർപ്പിച്ചു നോക്കൂ. അവന്റെ വാക്കിനെ വിശ്വസിക്കൂ. അവൻ പറഞ്ഞ കാര്യങ്ങൾ അതുപോലെ ചെയ്യൂ. അത്ഭുതങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ കാണാൻ കഴിയും. ഈ കൂട്ടായ്മയിൽ വന്ന എല്ലാവരും അനുഗ്രഹിക്കപ്പെടണം. ഇത് കഴിഞ്ഞിട്ട് നാം ഭവനത്തിൽ പോയാലും നിങ്ങളുടെ ഭവനത്തിലെ ശാപങ്ങൾ മാറണമെന്ന്, നിങ്ങളുടെ ഭവനത്തിൽ അനുഗ്രഹങ്ങൾ വരണമെന്ന്, എല്ലാ ദോഷത്തിൽ നിന്ന് നിങ്ങൾ വിടുതൽ വരണമെന്ന്, എല്ലാ കടഭാരത്തിൽ നിന്ന് നിങ്ങൾ പുറത്തു വരണമെന്ന്, അതുപോലെ നിങ്ങളുടെ ജീവിതത്തിലെ സകല ദോഷങ്ങളിൽ നിന്ന് നിങ്ങൾ വിടുതൽ പ്രാപിക്കണമെന്ന്, നിങ്ങളുടെ ജീവിതത്തിലെ ഇല്ലായ്മ മാറിയിട്ട് സമൃദ്ധിയുള്ളതായ ജീവിതം നിങ്ങൾ ജീവിച്ച് നിങ്ങൾ അനുഗ്രഹിക്കപ്പെട്ട് നിങ്ങളുടെ ചുറ്റുപാടുമുള്ളവർക്ക് അനുഗ്രഹമായി നിങ്ങൾ മാറണമെന്ന് ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ട് അവസാനിപ്പിക്കുകയാണ്. ദൈവചിത പ്രാർത്ഥനയ്ക്കായി തലകളെ വണക്കാം. എല്ലാവർക്കും എഴുന്നേറ്റ് നിൽക്കാം, പ്രാർത്ഥിക്കാം. ഞങ്ങളുടെ വീട്ടിൽ അനുഗ്രഹമുണ്ടാകണം. എൻ്റെ ജീവിതത്തിൽ അനുഗ്രഹം വേണം. എൻ്റെ സമ്പാദ്യത്തിൽ എനിക്ക് അനുഗ്രഹം വേണം. എൻ്റെ പ്രവൃത്തികളിൽ അനുഗ്രഹം കാണണം. എൻ്റെ മക്കളിൽ എനിക്ക് അനുഗ്രഹം കാണണം. എൻ്റെ കൃഷികളിൽ, എൻ്റെ ഫലങ്ങളിൽ അനുഗ്രഹം ഉണ്ടാകണം. മത്സ്യകൃഷി ചെയ്യുവാൻ മത്സ്യങ്ങളെ ഇറക്കി, എന്നാൽ ആ മത്സ്യങ്ങൾ ചത്തുപോകുന്നു. എത്രമാത്രം പണം മുടക്കി പരിശ്രമിച്ചാലും പരാജയം സംഭവിക്കുന്നു. എന്തെല്ലാം ചെയ്തിട്ടും ഒന്നിനും ഫലം കാണുന്നില്ല. ഈ ശാപത്തെ എല്ലാം നീ അഴിച്ചു മാറ്റണമേ. എനിക്ക് അനുഗ്രഹം വേണമേ. എന്റെ കൈവേലയെ അനുഗ്രഹിക്കണമേ. അതൊരു സൂചി കൊണ്ട് ചെയ്യുന്ന ജോലിയാകട്ടെ, അത് തടി കൊണ്ട് ചെയ്യുന്ന ജോലിയായാലും, പേന കൊണ്ട് ചെയ്യുന്ന ജോലിയായാലും, കമ്പ്യൂട്ടർ കൊണ്ട് ചെയ്യുന്ന ജോലിയായാലും, എനിക്ക് നിന്റെ അനുഗ്രഹം ഉണ്ടെങ്കിലേ എനിക്ക് നിലനിൽക്കുവാൻ കഴിയൂ, എനിക്ക് മുൻപോട്ട് പോകുവാൻ കഴിയൂ. എന്റെ ജോലിയെ അനുഗ്രഹിക്കൂ എന്ന് വായ് തുറന്ന് ചോദിക്കുക. ഇപ്പോൾ നീ ചോദിക്കുന്നത് നിനക്ക് ലഭിക്കുമെന്ന് വിശ്വസിക്കൂ. വിശ്വസിച്ച് വായ് തുറന്ന് നിന്റെ ആവശ്യത്തെ ദൈവത്തോട് ചോദിക്കൂ. എന്റെ നാമത്തിൽ നിങ്ങൾ എന്തെല്ലാം ചോദിച്ചാലും അത് നൽകാമെന്ന് പറഞ്ഞ യേശു ഇന്ന് നമ്മുടെ മധ്യയിലുണ്ട്. അവനോട് ചോദിക്കൂ. നമുക്ക് അനുഗ്രഹിക്കപ്പെടാം. ശാപങ്ങൾ നമുക്ക് വേണ്ട, ദോഷങ്ങൾ നമുക്ക് വേണ്ട, കുറവുകൾ നമുക്ക് വേണ്ട, കടം നമുക്ക് വേണ്ട, ക്ഷാമം നമുക്ക് വേണ്ട, ക്ഷാമങ്ങൾ നമുക്ക് വേണ്ട. ദൈവം നമ്മുടെ ജീവിതത്തിൽ സകല അനുഗ്രഹത്താലും സകല ജ്ഞാനത്താലും നമ്മെ നിറച്ച് അനുഗ്രഹിക്കുവാൻ ആഗ്രഹിക്കുന്നു. എന്നിൽ വിശ്വസിക്കുന്നവനെ ഞാൻ തലയാക്കി മാറ്റുമെന്ന് പറഞ്ഞു. എന്നിൽ വിശ്വസിക്കുന്നവനെ ഞാൻ അനുഗ്രഹിക്കും, ഞാൻ ഉയർത്തുമെന്ന് പറഞ്ഞു. ദൈവത്തിന്റെ മേൽ വിശ്വാസം വെച്ച് യേശുവിലേക്ക് നോക്കൂ. കഷ്ടങ്ങളിൽ അകപ്പെട്ട് തകർന്നു പോകരുത്. ദൈവത്തിന്റെ വചനത്തിൽ ദൈവത്തിലേക്ക് നോക്കൂ. ദൈവത്തിന്റെ ഹിതത്തിന് കീഴ്പ്പെടൂ. ദൈവത്തിലേക്ക് നിന്നെ തന്നെ സമർപ്പിക്കൂ. നിന്റെ കഷ്ടതകളിൽ നിന്ന് നിനക്ക് വിടുതലുണ്ടാകും. വായ് തുറന്ന് ചോദിക്കൂ. ആ കാൽവരി ക്രൂശിൽ ഒഴുകിയ രക്തത്തിന്റെ പ്രവാഹം ഇവിടെ കൂടിയിരിക്കുന്ന എല്ലാവരുടെയും മേല് ഒഴുക്കിയിട്ട് നീ അവരെ ശുദ്ധീകരിക്കണമേ. ഞങ്ങളുടെ എല്ലാവരുടെയും ജീവിതത്തില് ഞങ്ങളെ നീതിമാന്മാരാക്കി ഞങ്ങളെ മാറ്റണമേ കർത്താവേ. പഴയ ശാപങ്ങൾ ഞങ്ങളെ പിന്തുടരാതെ, പഴയ സ്വഭാവങ്ങൾ ഞങ്ങളിൽ കാണാതെ, പഴയ മാർഗത്തിൽ ഞങ്ങൾ ഓടാതെ കർത്താവിന്റെ സാക്ഷികളായി ജീവിച്ച് അനേകം ആളുകളെ ക്രിസ്തുവിലേക്ക് നേടുവാൻ ഉള്ളതായ കൃപ ഞങ്ങൾക്ക് എല്ലാവർക്കും നൽകണമെന്ന് പ്രാർത്ഥിക്കുന്നു. നിന്റെ വരവ് താമസിക്കുന്നുവെങ്കിൽ ഭൂമിയിൽ തന്നെ ഞങ്ങൾക്ക് എല്ലാവർക്കും വീണ്ടും കാണുന്നതിനായി നിന്റെ രാജ്യത്തിന്റെ വിസ്തീർണത്തിന് വേണ്ടി ഞങ്ങൾക്ക് എല്ലാവർക്കും ഒരുമിച്ച് പ്രവർത്തിക്കുവാൻ ഞങ്ങളെ സഹായിക്കണമെന്ന് യേശുക്രിസ്തുവിന്റെ നാമത്തിൽ ചോദിക്കുന്നു പിതാവേ. ആമേൻ, ആമേൻ, ആമേൻ.
യേശുവേ 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 നിന്നെ നിന്നെ എന്നും ഞാൻ സേവിക്കും നീ മാത്രം രാജാവെന്നും നിന്നെ നിന്നെ എന്നും ഞാൻ സേവിക്കും നീ മാത്രം രാജാവെന്നും യേശുവേ 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 യേശുവേ